ജീവനകൾ ഒരു തുള്ളി ജലം മതി. നിർജീവമായ ഹൃദയങ്ങൾക്ക് തുടിപ്പേകാനായി, മനസ്സിലെ മാലിന്യങ്ങൾ കഴുകി വെടിപ്പിക്കാൻ ഒരു കുളിർമഴയായി ഈ നാടകം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പെയ്തിറങ്ങട്ടെ. ഒരു മഴ പെയ്തെങ്കിൽ 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 അച്ഛനോ? കൊച്ചുവരിതേട്ടാ, ഈ വിവാഹമൊക്കെ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാ? 20 വർഷക്കാലം നെഞ്ചിലെ സ്നേഹം മുഴുവൻ കൊടുത്ത് വരിതേട്ടൻ റോസയെ വളർത്തി. ഇപ്പോ വരിതേട്ടന്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷവും സംതൃപ്തിയുണ്ടല്ലോ, ഒരിടത്തൊന്നും വാങ്ങാൻ കിട്ടത്തില്ല. ദൈവം വരിതേട്ടന് നൽകിയ 3 പെൺമക്കളെയും അമ്മയില്ലാഞ്ഞിട്ടും വരിതേട്ടൻ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. ചോര നീരാക്കി മഞ്ഞനോട് മല്ലിട്ട് ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടാനായില്ല. ഇനി താഴെ 2 പെൺമക്കളാ. അവരുടെ വിദ്യാഭ്യാസം, കല്യാണം. എന്റെ കുഞ്ഞാളാ, ഈ വരീതിന് പണിയെടുക്കാനുള്ള ആരോഗ്യം മാത്രം തന്നാൽ മതി. എന്റെ വരീതേട്ടാ, വരീതേട്ടന്റെ വിയർപ്പും കണ്ണീരും ഒക്കെ ദൈവം കാണുന്നുണ്ട്. ഏലിക്കുട്ടി അമ്മച്ചി ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. അച്ഛോ, വെള്ളം തോരാത്ത 3 എണ്ണത്തിന് ഈ ഏലിയാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ എന്നെ മറിയതിന്റെ ശ്വാസമ്മ പോയത്. എന്റെ മാതാവേ, ഇനിയുള്ള ഈ 2 എണ്ണത്തിനെയും കൂടെ ഒരു കരയ്ക്ക് എത്തിച്ചിട്ടൊന്ന് കണ്ണടച്ചാ മതിയായിരുന്നു. എന്നാ അവരുടെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളെയും കണ്ടിട്ട് ചേട്ടത്തി പോകും. അല്ല പിന്നെ 85 കഴിഞ്ഞിട്ടും ഓടിച്ചാടി നടക്കല്ലേ. ഇപ്പൊ കണ്ട ഏറിയാൽ ഒരു 40, അല്ലെങ്കിൽ 40. ഈ അച്ഛന്റെ ഒരു കാര്യം. അച്ഛോ, പണ്ട് എന്റെ മത്തായച്ചന്റെ കൈ പിടിച്ച് ഹൈറേഞ്ച് കയറുമ്പോ എനിക്ക് വയസ്സ് 18. ഒരു ദിവസം പറമ്പിലെ പണി കഴിഞ്ഞു വന്നപ്പോ മത്തായിച്ചന്റെ കയ്യില് ഈ വലുപ്പത്തിലൊരു സാധനം. എന്താ? കണ്ട പൂച്ചയെ പോലെ ഇരിക്കും. ഈ മുഴപ്പുണ്ട് കൈക്കും കാലിനും. കോക്കാമ്പൂച്ച. എന്തിനാണെന്നറിയാമോ അതിനെ തട്ടിക്കൊന്ന് ചാക്കിലാക്കി കൊണ്ടുവന്നത്? വറുത്ത് നല്ല മുളക് അരച്ച് കറി വെച്ച് കഴിച്ചാല് ആയുസ് കൂടും. പക്ഷെ കോക്കാമ്പൂച്ചയുടെ ഗുണം മുഴുവൻ കിട്ടിയതിരിക്കാം. 89 പെരുമഴയ്ക്ക് കിട്ടിയ മഞ്ഞപ്പിത്തത്തിന് ഞാൻ എന്നെ ഒറ്റയ്ക്കാക്കി അങ്ങ് പോയി. അതൊക്കെ പോട്ടെ വല്യമ്മച്ചി, ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ. എന്റെ വല്യമ്മച്ചിയെ ഒന്ന് നിർത്ത്. അച്ഛോ, ആദ്യമൊക്കെ ഞാൻ വല്യമ്മച്ചിയുടെ കഥകൾ എല്ലാം എണ്ണി വെക്കായിരുന്നു. പിന്നങ്ങോട്ട് എത്രയെന്ന് വെച്ചാ എണ്ണ. എന്തായാലും കോക്കാപ്പൂച്ചയുടെ വലിപ്പം ഓരോ തവണ കൂടി വരുന്നുണ്ട്. ഈ പെണ്ണിനെ ഞാൻ അച്ഛോ, ഇവിടെ കാര്യത്തിൽ എനിക്ക് ഒരല്പം പേടിയുണ്ട്. എന്തെല്ലാം ഗുരുത്തക്കേട കാണിക്കുന്നത്. ഇളയതാണായിരിക്കാൻ ഒരുപാട് വഴിപാട് നേർന്നതാ എന്റെ ശോശാമ്മ. ദൈവം പകുതി പ്രാർത്ഥനയെ കേട്ടുള്ളൂ. ആണിന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. ഈ വയസ്സാങ്കാലത്ത് വെല്ലുമിച്ച് നോക്കാൻ ഞാനേ ഉള്ളൂ, അത് മറക്കണ്ട. അന്നമോള് മിടിക്കുക, മിടുമിടിക്കും. അച്ഛാ, അകത്തേക്ക് ഇരുന്നാട്ടെ, താഴെ കഴിക്കാം.
വറുതേട്ടാ ആ കുട്ടികളെ കൊണ്ടുപോവാതെ ഇവിടെ ഇരിക്കേ. ആ സതീശേ, ആ ഭാഗത്ത് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചേ. വറുതേട്ടാ, എനിക്കൊരു സാധനം വേണം. ശിവോ, ഇപ്പൊ തന്നെ നീ 4 കാലിലാണല്ലോ. വറുതേട്ടന് തോന്നണതാ. 3:30 ആയിട്ടുള്ള 2 കൂടി കിട്ടിയ കറക്റ്റാവും. അപ്പൊ 4 കാലം. കള്ളു കുടിച്ച 4 കാലിൽ നല്ല പഴഞ്ചൊല്ല്. ഞാനായിട്ട് തെറ്റിക്കണ്ടെന്ന് കരുതി അത്ര. ഷിബു, ആ സത്യക്രിസ്ത്യാനി എന്ന് പേരില് മാത്രമല്ല ജീവിച്ച് കാണിക്കണ ആളാ നമ്മുടെ വറീതേട്ടൻ. വറീതേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് നീ 4 കാലിലായത് തന്നെ. എന്റെ ജോസേട്ടാ, എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമില്ലെങ്കിലും ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെള്ളം മാജിക്കിലൂടെ വീഞ്ഞാക്കി കുടിയന്മാരുടെ കണ്ണീരൊപ്പിയവനായ ഈശോ. ഇത് നമുക്ക് കാനായിലെ കല്യാണം വിടാക്കണ്ട. വേണ്ട മോനെ ഷിബു, എന്താടാ ഇവിടെ ഒരു സുവിശേഷ പ്രസംഗം? ഓ, ഇവിടെ ഉണ്ടായിരുന്ന ഈ ജോസേട്ടനും പറയുന്നു കുറച്ച് നല്ല കാര്യങ്ങൾ ഉപദേശിച്ച. എടാ ഷിബു, കാനായിലെ ഈശോ എമ്മച്ചും ഓസിയാറും ഒന്നും അല്ല ഉണ്ടാക്കിയത്. വീഞ്ഞ, നല്ല 1-ാം തരം വീഞ്ഞ്. വചനം അത് ജീവനുള്ളതാടാ, ദുർവ്യാഖ്യാനിക്കാനുള്ളതല്ല. ഈശോ നിനക്ക് ബ്രോ അല്ലടാ, അപ്പനെ കേറി ഔസപ്പേട്ടാന്ന്. എടാ ശിവു, ബൈബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടാ? എന്തെങ്കിലും നീ അനുസരിക്കുന്നുണ്ടോ? അച്ഛോ, അച്ഛോ, നമ്മുടെ പാപം ഈശോനെ യൂതന്മാര് വേണ്ട, അവന്മാര് കുരിശിൽ തറച്ച് കൊന്നില്ല അച്ഛോ. ശിവു, നിന്റെ അച്ഛോ ഒന്നെന്ന് വന്നടാ. എന്തിനാണ് അവച്ചോ? എന്റെ കർത്താവ്, നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരുത്തനെ നീ കണ്ടല്ലോ. നാളെ കെട്ടിറങ്ങിയിട്ട് നിന്നെ ഒന്ന് കാണണം. വീണ്ടും എന്തിനാണ് അവച്ചു? പാറേപ്പള്ളിയില് ഒരു ധ്യാനം കൂടിക്കാനാ. അയ്യോ, വേണ്ടച്ചോ വേണ്ടച്ചോ. ശിവു കൂടി നിർത്തി. വേണ്ടടാ, വേണച്ചോ, വേണ്ടടാ അച്ചോ. എന്തോ വരീതേട്ടാ? ജോസ് അച്ഛനെ മേട വരെ കൊണ്ടാക്കും. വേണ്ട വരീതേട്ടാ, ഈ സെബാസ്റ്റ്യൻ അച്ഛന് തോപ്രാങ്കുടി ജോസിനേക്കാൾ കരുത്തനായ ഒരാളുടെ സംരക്ഷണമുണ്ട്. കർത്താവിന്റെ. വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയാൽ ശിവൂരിൽ ഓടിയെത്തും അച്ഛൻ. ഓക്കെ അച്ഛാ. അച്ഛോ, ആ ധൈര്യമായിട്ട് പൊക്കോട്ടോ. ഈ തോപ്രാങ്കുടി ജോസ് ഇവിടെ ഉള്ളപ്പോ കള്ളന്മാര് അച്ഛന്റെ 7 അയലത്ത് പോലും വരില്ല. ആ അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ആ ഇതഞ്ഞു വരുന്ന കാട്ടാനക്കൊമ്പനെ ചൂണ്ടുവിരലിൽ നിർത്തുന്നവനാ ഈ ജോസ്, തോപ്രാങ്കുടി ജോസ്. ചേട്ടാ, ജോസേട്ടാ, ചേട്ടാ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു. ആ ചൂണ്ടുവരല്ലോ ഒന്ന് നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ചേട്ടന്റെ വീട്ടില് കള്ളം കയറിയില്ലേ? അതിന്റെ പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ടായി. ശിവോ, അപ്പൊ ചൂണ്ടുവരലൊടിഞ്ഞ. ദൈവമേ, ക്ഷമ തരണേ. ഇനിയുള്ള കാലം ഇവനെ കൊന്ന് ജയിലിൽ കിടക്കാനാണോ എന്റെ വിധി? ചെക്ക ശിവോ, കണ്ണൂര് തറവാടും വിയൂര് ഭാര്യ വീടും പോലെയാ ഈ ജോസിന്. നിനക്കറിയോ മോനെ ശിവു, വലം കൈയിലേക്ക് രക്തോട്ടം കൂടുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചത് ജോസിന്റെ കഴിവുകേടായി കാണരുത്. നീ പോ മോനെ ശിവു. ആ വൈദ്യ, ഇതെന്താ ഒരു കല്യാണ വീടായിട്ട് ഇവിടെ ഒരു ഒച്ച അനക്കില്ലാത്ത? ആ എടാ മോനെ സതീശ, നീ ആ പാട്ട് പറ്റി ഒന്ന് ഓണാക്കിയേ. ഇപ്പൊ ശരിയാക്കി തരാം. കളക്ഷൻ വലിച്ചതേ എവിടെയോ ഷോർട്ട് ആയതാ. ആ സതീശ് ഇവിടെ ഉണ്ടായിട്ടാ.
അതൊക്കെ അവൻ ശരിയാക്കുന്നേ. എന്റെ കേണല്ലേ സ്വന്തം പെങ്ങടെ കല്യാണം പോലെയാ സതീഷ് ഇവിടെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത്. അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിയല്ല. നിർത്തറ ഞാൻ 1980 ജമ്മുവിലായിരിക്കുമ്പോ സതീശ വേഗം പാട്ട് വെക്കടാ, ബോംബ് വന്നിട്ടാ. സതീശ സടക്ക് മേലെ സടക്ക് പോടുന്നു അത് മതിയടാ. മതി ജോസേട്ടാ, അതന്നെ മതി. വേഗം പാട്ടിൽ സടക്കും മേലെ സടക്ക്, സടക്കും മേലെ സടക്ക് പോടുത്. അമ്മണി, അമ്മണി ഇങ്ങോട്ട് പോരെ. അമ്മണി, ഈ പശുവിനെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മണി ഇങ്ങോട്ട് പോരെ. നിനക്ക് ഒരു തുള്ളി വെള്ളം എന്റെ കയ്യിൽ കിട്ടുക, നീ നോക്കിക്കോ. അമ്മണി, തോറ്റിനൊന്ന് മാറ്റി കെട്ടി ആ ചാണകവും മൂത്രവും ഒന്ന് കഴുകി വൃത്തിയാക്കി മര്യാദക്ക് കിടന്നോട്ടെന്ന് കരുതിയപ്പോ അതിന്റെ ഒരു അഹങ്കാരം. ഇതിനൊരു മൂക്ക് കയറണം പറഞ്ഞ അപ്പൻ അതും കേൾക്കില്ല. അമ്മണി നീ വരുന്നുണ്ടോ? എനിക്ക് വയ്യ, നീ നിന്റെ പണിക്ക് പോ. എന്താ തന്നെ രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ. ഗോമാതാവിനോടാ നിന്റെ കളി. സ്വന്തമായി ID കാർഡുള്ള മൃഗം, സഞ്ചരിക്കാൻ ആംബുലൻസ്, 5 സ്റ്റാർ സൗകര്യമുള്ള ഹോസ്പിറ്റലും, വാദിക്കാനും സംരക്ഷിക്കാനും അനേകം പേർ. ഹേ ഗോമാതാവേ, നിന്റെ സ്ഥാനം മനുഷ്യനേക്കാൾ മുകളിൽ, മനുഷ്യത്വത്തെക്കാൾ മുകളിൽ, അതുക്കും മേലെ. ഓ എന്റെ കവി ഒന്ന് മിണ്ടാതിരിക്കും. ഇതിലും ഭേദം ആ പശുവിനോട് മല്ലിടുന്നതാ. അപ്പാ, അപ്പാ, ദേ രവിയേട്ടൻ. രവിയേ, ഞാൻ നിന്നെ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു. നീയേ അങ്ങാടി പോയേച്ച് വരുമ്പോ ഇച്ചിര പുകല മേടിച്ചോണ്ട് വരുമോ? ഈ 10 രൂപ മേടിച്ചോ. എന്റെ പൊന്നു വെല്ലുമിച്ച് ഞാനില്ല. അപ്പൊ അങ്ങോട്ട് പോയാൽ കാന്താരില്ലേ, എന്നെ നടു റോട്ടിലിട്ട് പൊടിച്ചതാ. അത് ഞാൻ മറന്നിട്ടില്ല, എനിക്ക് പറ്റില്ല. അപ്പോ എന്നെ പേടിയുണ്ട്. വെല്ലുമിച്ചിക്ക് പകല് വേണം. ആ 10 രൂപ തന്നെ തരാൻ ഞാൻ വാങ്ങിച്ചു തരാം. എന്റെ അമ്മമ്മോ, ഒന്ന് പോകണ്ടേ അവിടുന്ന്. നിനക്കൊരു വിചാരമുണ്ട് എനിക്ക് നിന്നെ പേടിയാണെന്ന്. ഞാനൊന്നേ തുറിച്ചു നോക്കിയാ മതി, വരച്ച വരയില് നിൽക്കും. ആര്? നിന്റെ അപ്പാപ്പൻ, എന്റെ മത്തയച്ചനെ. ആ രവിയോ, റോസയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നിന്നെ ഇന്നാ ഈ വഴിക്ക് കാണുന്നേ. എഴുത്തുകാരെയും ചിന്തിക്കുന്നവരെയും കൊന്നൊടുക്കുന്ന സമയമല്ലേ. മനുഷ്യരുടെ കണ്ണുകളിൽ വർഗീയതയുടെ തിമിരം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീരിന് മുമ്പിൽ നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. ഈ നെഞ്ചിലെ അവസാന ശ്വാസവും നിലയ്ക്കുന്നത് വരെ പ്രതികരിക്കും, ഞാൻ പ്രതികരിക്കും. പക്ഷെ രവി, നിനക്കൊരു ജീവിതമുണ്ട്, അത് നീ ഓർക്കണം. തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ചോര മണ്ണിലൊടുക്കിയ സുഗതന്റെ മകന് തലചായ്ക്കാൻ ഒരു കൂരയുണ്ട്, അത് തന്നെ അധികമാണ്. വാ തുറന്നാലും പേന എടുത്താലും വിപ്ലവം മാത്രം വരുന്ന നിന്നോട് ഞാൻ എന്ത് പറയാനാ? അല്ല, വറുതേട്ടൻ എന്താ വരാൻ പറഞ്ഞു? വല്യമ്മച്ചിയുടെ പെൻഷൻ കിട്ടിയിട്ട് കുറെ നാളായി. പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പേപ്പർ ഒന്ന് ശരിയാക്കി തരാനാ. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങണം. നിശബ്ദത ഒരുപക്ഷെ വരും തലമുറയെ തന്നെ നശിപ്പിക്കാം. എന്റെ അള്ള, എന്താ ഇവിടെ ഒരു ബഹളം കേക്കണേ? അതെ, നമ്മുടെ രവി ഒരു കവിത പാടിയതാ. ഇതാണ് ആ കവിത. നമ്മുടെ നാട്ടിലെ കവിത ഇങ്ങനെയൊന്നല്ലാത്ത ഉണ്ടല്ലേ തള്ളല്ലേ വന്തല് പൊളിഞ്ഞാടും, നുമ്പള വന്തല് പൊളിഞ്ഞാടും, നുമ്പള വന്തല് പൊളിഞ്ഞാടും. ആ പറയുന്നേട്ടാ, നാളെ മരം മുറിക്കാൻ ആള് വരും. ഇതാ ബാക്കി കായി. അതിന് കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ പണം മുഴുവൻ തന്നതല്ലേ? അത് ഇങ്ങള് സാരാക്കണ്ട പറയുന്ന ഇങ്ങളിത് വാങ്ങ്. ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ, വാങ്ങ്.
മോനെ രവി ഇങ്ങനെ കവിത പാടാം. വെറുതേട്ടാ ആ രവിയേട്ടനും കോയൊക്കെ ഉണ്ടല്ലോ. പന്തലിന്റെയും ഭക്ഷണത്തിന്റെയും കണക്കൊക്കെ തീർത്തിട്ടുണ്ട്. എന്നാ ബാക്കി സതീശൻ, വറീത്, കോയ, നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞവനും നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നവനും നെറ്റിയിൽ നിസ്കാര തൈമ്പുള്ളവനും. ഇതാണ് മതസൗഹാർദ്ദം. ഇവിടെയാണ് മതേതരത്വം. പോയി എങ്ങനെ പോയത് കാണാൻ എന്റെ ദൈവം, ഞാനിത് എങ്ങനെ സംഘടിപ്പിക്കും? ഞാനിതിനെ എവിടെ പോയി കണ്ടെത്തും? ആട്ടങ്ങൊതുങ്ങിയിരുന്നോളാം. ഞാനൊന്ന് ഫിറ്റായ പലൂസം ഒരു ഉണ്ട്. മോഹൻലാല് MCR വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാ. മര്യാദ അല്ലെങ്കിൽ ഞാൻ അയച്ച് തലയിൽ കിട്ടും. ഞാനിത് എവിടെ നിന്ന് കണ്ടു? എന്റെ ക്ലച്ച് ഓരോ ദിവസം കഴിയുന്നോറും കുറഞ്ഞു വരികയുള്ള എന്റെ ദൈവേ. എടാ ഷിബു, എന്ത് പറ്റിയടാ? അല്ല, നീ ഇതെന്താ ഈ തരയണ? ജോസേട്ടാ, എന്റെ തോപ്രാങ്കുടി ജോസേട്ടാ, ഇവിടെയാ പോയ ഒന്ന് നോക്കണ്ട ജോസേട്ടാ. എവിടെ? ഇവിടെ അതല്ല, ഇവിടെ ഡാ ഷിബു, എത്ര രൂപയാ നിന്റെ പോയത്? അടപ്പില്ലാണ്ട് ഞാൻ ഈ കുപ്പിങ്ങനെ 4 കല്ല് കൊണ്ടുപോയ വീടെത്തുമ്പോഴേക്കും ഒരു ചുള്ളി ബാക്കി ഉണ്ടാവില്ല, അറിയോ? എന്റെ ഷിബു, നിനക്ക് ഈ വൈക്കി കൊള്ളത് കുടിച്ചാ പോരെ? ഷിബു, നിന്റെ ഈ പ്രായത്തില് ഈ ജോസേട്ടൻ 10 കുപ്പി ഒരുമിച്ച് കുടിച്ചാലും സ്റ്റഡി വടിയായി നടക്കും. ഇങ്ങനെ ഒറ്റയാൻ മുമ്പിൽ വന്നാൽ പോലും ഈ ജോസ് കുലുങ്ങത്തിലടാ. അപ്പൊ ജോസേട്ടാ, ഒരു പുലി വന്നാലോ? പുലിയോട് പോയി വെള്ളിയാഴ്ച വരാൻ പറയും. ജോസേട്ടാ, എന്താടാ? നീ എന്താ തെറി പറയാ? കാര്യം പറയടാ. ജോസേട്ടാ, പുലി ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 11 സെക്കൻഡും. ഇത്തവണ പുലി കൊണ്ടുപോയത് 2 ജീവനാ. എന്റെ ദൈവമേ, ഇനി അടുത്തത് ആരാണാവോ? അല്ല, ജോസ് ശരിക്കും പുലിനെ കണ്ടോ? പുലിയെ കണ്ടോന്നാ? പുലിയെ കണ്ട് പേടിച്ചല്ല ഈ പനി പിടിച്ചത്. പനിയുണ്ട്, നല്ല പേടിപ്പനി. ജോസെ, എന്റെ അടുത്തെങ്ങാനുമാണ് ആ പുലിയെ കിട്ടിയതെങ്കിൽ ആ പുലി പിന്നെ കാട് കാണും. നിങ്ങൾ എല്ലാവരും എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ രാത്രി ഇറങ്ങാം വേട്ടയ്ക്ക്. എടാ വറീത്, ഈ പുലി ഇറങ്ങിയിരിക്കണ ഈ സമയത്ത് തന്നെ വെളുപ്പിന് ഇത്രയും ദൂരം നടന്ന് പള്ളി പോകേണ്ട വല്ല കാര്യമുണ്ടോ? വറീതിനെ പുണ്യാളം കാത്തുള്ളൂ. വർഷങ്ങളായുള്ള ശീലാണ്. ഇതങ്ങനെ ജീവിതാവസാനം വരെ നീളും. ലാസറേ, ഞാൻ അങ്ങോട്ട് പോവാണ്. പറമ്പിൽ കുറച്ച് പണിയുണ്ട്.
എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ. ഇനിയുള്ള രാത്രി പുലിയെ പിടിക്കും വരെ ഈ കേണൽ അംബുജാക്ഷന് ഇനി ഉറക്കമില്ല. ഒരു യുദ്ധമായിരിക്കും, കേണലും പുലിയും തമ്മിലുള്ള യുദ്ധം. കേണലെ ചോക്കിലും ഉണ്ട് ഉണ്ട എന്ന് പറയടാ. ലാസേട്ടാ, ഈ റേഡിയോ ശാസ്ത്രലോകത്തിന് കൈമാറൂ. കാറ്റുകൊണ്ട് ഓലാകുകയും ശബ്ദതരംഗങ്ങൾ കൊണ്ട് ആസ്വാദുകയും ചെയ്യുന്ന അത്ഭുത റേഡിയോ. ഷിബു, അടുപ്പത്തെ വെള്ളത്തിൽ ഇപ്പോഴും നല്ല ചൂടുണ്ട് ട്ടാ. നിർത്ത്. ഇവിടെ പ്രശ്നം പുലിയ. ഇന്നലെ ഞാനൊന്ന് പതറിപ്പോയി. ഇനി എങ്ങാനും ആ പുലിയെ എന്റെ കയ്യിൽ കിട്ടിയാൽ ദൈവമേ, കലിപ്പ് തീരണില്ലല്ലോ. ഈ കുന്ത്രാണ്ടത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പാട്ടൊന്നും വരുന്നില്ല. ഞാനൊന്ന് ട്യൂൺ ചെയ്തോ. എന്റെ പശു, നീ ഇങ്ങനെ കിടന്ന് അലറണ്ട. അല്ല, ആ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? കിടന്ന് കാറണ്ടാന്ന്. ഞാനിതാ വന്നു. എന്റെ അമ്മേ, പുലി! അയ്യോ, പുലി! എന്താ എന്താ അമ്മേ? എടാ പറയുന്നേ, തൊഴുത്തിന്റെ പുറകില് പുലി! ലോക്കം പിടിച്ചോണ്ട് നിക്കണം, നിപ്പ് വേണ്ട. ഇപ്പൊ പുലിയെ കൊല്ലുന്ന പാവം കയ്യിലെ മുമ്പില്ലേ. ആരും സംസാരിക്കരുത്. ജോസേട്ടാ, എന്റെ അമ്മേ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഷിബു. പേടിച്ചു പോയാ. അപ്പൊ പുലിയെ കൊല്ലുന്നോ വലിച്ചു കീറുന്നോ വീരവാദം മുളച്ചത് ജോസേട്ടനില്ലേ? എന്നിട്ട് ഷിബു, വേണ്ട. പുലി ഇവിടെ തന്നെയുണ്ട്. ഓരോ നീക്കങ്ങളും ഇനി ശ്രദ്ധിച്ചായിരിക്കണം. ആദ്യം ഞാനിപ്പോൾ നിൽക്കുന്ന സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഇതുവരെ പുലി 2 പേരുടെ ജീവനാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് പലയിടത്തും പുലിയെ കണ്ടവരും പുലിയുടെ കാൽപാദം കണ്ടവരുമുണ്ട്. അതെ, ഇതുവരെ വനംവകുപ്പിൽ നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആദ്യം നമുക്ക് നാട്ടുകാരെന്താണ് പറയുന്നത് നോക്കാം. എന്താണ് ചേട്ടാ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പുലിയെ നമ്മൾ പേടിക്കണ്ട, സർക്കാരിനെയാണ് പേടിക്കേണ്ടത്. പെട്രോളിന്റെ വില കുത്തനെ ഉയരുകയല്ലേ, അരിക്കും പച്ചക്കറിക്കും വില കൂടുകയല്ലേ. സർക്കാർ തുണിയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ശരി, നമുക്കിതാ തിരിച്ചു വരാം. ഈ നാടിന്റെ സ്വന്തം കവിയായ രവി എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ അടുത്തുണ്ട്. അതെ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ രവി, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മൃഗസ്വഭാവമുള്ള മനുഷ്യർ താമസിക്കുന്ന നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമാണ്. വനഭൂമി കയ്യേറ്റക്കാർ കയ്യേറി വനങ്ങൾ നശിപ്പിച്ച് കുന്നുകളും മലകളും ഇടിച്ച് റിസോർട്ടുകളും മറ്റും പണിയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. കാട് നഷ്ടപ്പെടുമ്പോൾ ആനയും പുലിയും നാട്ടിലാണ്. അത് സ്വാഭാവികം. ഇവിടെ ഭൂരിഭാഗവും കുടിയേറ്റ കർഷകരാണ്. അവരുടെ പട്ടയം നിഷേധിക്കുന്നവർ ഏക്കർ കണക്കിന് വനഭൂമി കയ്യേറുന്ന കയ്യേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. പുലിയല്ല ഇവിടെ പ്രശ്നം, പുലിയെ ഇറക്കുന്നവരാണ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. പുലി വരുമോ? ഒന്നും മിണ്ടാതിരിക്ക്. എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. പുലി എങ്ങാനും വന്നാൽ ഒന്നും നോക്കി കാഞ്ചി വലിക്കണം. ഏത് പുലിയുടെ തലയ്ക്ക് തന്നെ കൊള്ളണം.
സലാമതി. വെടിവെക്ക്. നിന്റെ കയ്യിൽ ഇറക്കണു. ഇയാളെ കൊണ്ട് വെടിവെക്കാനൊന്നും പറ്റില്ല. ദൈവമേ, ഈടത്താവടി എന്താണല്ലോ. വെടിവെക്കുകയാണല്ലേ? ചേട്ടാ, ഓടിക്കോ. കേണല് ആ തോക്കുന്നെങ്കിൽ താ. ഞാൻ വെടിവെക്കാം. തോപ്രാംകുടി ജോസേട്ടൻ പുലിയെ കൊന്നേ. ജോസേട്ടൻ പുലിയെ കൊന്നേ. അധികം കൊട്ടിഘോഷിക്കണ്ട. വന്യജീവി സംരക്ഷണ ആക്ട് പ്രകാരം 5 വർഷം തടവും 50,000 രൂപ പിഴയും. പിന്നെ ജയിലിൽ പുലിമുരുകൻ കളിക്കേണ്ടി വരും. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവിടെ പുലിയല്ല പ്രശ്നം. നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ ഓരോന്നായി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ വരും. നമ്മുടെ കുന്നുകളും മലകളും കുത്തക കമ്പനികളുടെ യന്ത്രങ്ങൾ മാന്തിയെടുക്കുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന എത്ര പാറമടകളാണ് ഇവിടെ ഉള്ളത്. പുലിയേക്കാൾ അപകടകാരികളായ മനുഷ്യർ ഇവിടെയുണ്ട്. രവി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ നാം ഒറ്റക്കെട്ടായി നേരിടണം. മണ്ണുണ്ടായാലേ മനുഷ്യനുള്ളൂ. ഈ കാണുന്ന മലകളുടെയും കാടുകളുടെയും മരങ്ങളുടെയും വില എന്തെങ്കിലും ഒരിക്കൽ മനുഷ്യൻ മനസ്സിലാക്കും. കുടിവെള്ളം വിലക്കി വാങ്ങേണ്ടി വരുമെന്ന് ആരെങ്കിലും പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇനിതാ ഇപ്പോൾ പലയിടങ്ങളിലും ജീവവായു പോലും പാക്കറ്റുകളിലായി. വികസനത്തിന്റെ പേരും പറഞ്ഞ് നാം പ്രകൃതിയെ കൊല്ലുമ്പോ പ്രകൃതിക്ഷോഭങ്ങളായി നമുക്ക് നേരെ തിരിച്ചടിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് അണിചേരാം. നാം ജീവിക്കുന്ന നമ്മുടെ മണ്ണ് നമുക്ക് സംരക്ഷിക്കണം. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ പ്രകൃതി നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് ഒരുമിക്കാം. എടീ അന്നേ, നിന്റെ ഒരുക്ക ഇതുവരെ കഴിഞ്ഞില്ലേ? എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നേ. കുരിശിന്റെ വഴിക്ക് പോകുമ്പോ കുറച്ച് നേരത്തെ പോണം. എന്നാലേ ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ പറ്റൂ. എത്ര നേരം ഇവിടെ മാനം നോക്കി ഇരിക്കാൻ പറ്റും? എനിക്ക് മനുഷ്യരൊക്കെ ഒന്ന് കാണണ്ടേ. എടി അന്നേ, എന്തിനാ അമ്മച്ചി ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അവളിപ്പോ വരും. അമ്മച്ചിക്ക് നടക്കാൻ മേലങ്ങി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ പോരെ? ആർക്കാടാ മേലാത്തെ? എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, നീ എന്താ ഇന്ന് വൈകിയത്? ഇന്നലെ രാത്രി പറമ്പില് പന്നി ഇറങ്ങി. നട്ടതും മുളച്ചതും എല്ലാം നശിച്ചു. മണ്ണിനോടും വന്യജീവികളോടും കാലാവസ്ഥയോടും മല്ലിട്ടിട്ടാണല്ലോ കർഷകൻ ജീവിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കർഷകന് കിട്ടുന്നതോ? നീ ഒന്നാ കൃഷി ഓഫീസിൽ ഒരു പരാതി കൊടുക്ക. എന്തിന്? അവിടെ കേറിയിറങ്ങുന്ന സമയവും അവിടെ കൊടുക്കുന്ന കാശും പോക്കാ. അപ്പം വരുന്നില്ലേ? ഞങ്ങള് പോവാ. അപ്പം വന്നോളാം. ആ അന്നമോളെ, മോളുടെ അഡ്മിഷന് സമയമായല്ലേ? +2 കഴിഞ്ഞ് 1 വർഷം വീട്ടുജോലിയും ചെയ്ത് അപ്പനെയും സഹായിച്ച് കഷ്ടപ്പെട്ടു. ആ പോട്ടെ, ഈ വർഷം എവിടെന്നെങ്കിലും കടവും വിലയും വാങ്ങി എന്റെ മോളെ ഞാൻ പഠിപ്പിക്കും. അപ്പാ, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കൂടുതൽ പഠിച്ചാലേ ചിലപ്പോ ദൂരേക്ക് പോകേണ്ടി വരും. ഇതാകുമ്പോ എനിക്ക് എന്റെ അപ്പനെയും ഏലിയക്കുട്ടിയെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കാലോ. അല്ലേലും നമ്മുടെ മിന്നു ചേച്ചീനെ പോലെ കുത്തിയിരുന്ന് പഠിച്ച് അവാർഡൊന്നും മേടിക്കാൻ എനിക്ക് പറ്റൂല. അതിന്റെ യോഗം അങ്ങനെ. എന്റെ മിന്നുമോള് അന്യനാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. എന്തൊക്കെയോ വലിയ പരീക്ഷകൾ എഴുതുന്നു. പാവം, അവൾക്കും കിട്ടുപ്രായമായി. ഓ, എന്റെ അപ്പച്ച, ചേച്ചിയുടെ കാര്യം ചേച്ചി നോക്കിക്കോളൂ. അവൾക്കേ നല്ല സ്വപ്നങ്ങളുണ്ട്. അതിനുവേണ്ടി അവൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ഈ പെണ്ണ ഒന്ന്
ഒന്ന് വേഗം നടക്ക്. ആ ത്രേസ്യാമയും താണ്ടമ്മയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടാവും. പേര് കുരിശിന്റെ വഴി പോകുന്നതാ പരദൂഷണം കേൾക്കാൻ അല്ലേ? എടിയേ കുരിശെടുത്തോടി. ഉവ്വാ, എന്റെ കൂടെ ഉണ്ടല്ലോ ഒരു വലിയ കുരിശ്. ഒരു വീക്കാന്ന് തരും കേട്ടോ. കുട്ടിയല്ലേ? നടക്കുന്നു. ഓരോ ദിവസവും വരും തോറും ജീവിക്കാൻ പേടിയായിട്ട് വരാണ്. ജീവിതത്തിലെ വഴികള് ഓരോന്നായി അടയുന്ന പോലെ. ഉള്ള ഭൂമി പണയം വെച്ച് കുറച്ച് പൈസ കിട്ടിയെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായേനെ. പക്ഷേ പട്ടയം വേണ്ടേ? എത്രയെന്ന് വെച്ചാ ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങുന്നേ. 6 അടി മണ്ണ് പോലും സ്വന്തമായില്ലല്ലോ. ചാണ്ടിച്ചനോ? അതേടാ, എന്താ നീ ഈ ചാണ്ടിച്ചനെ മറന്നോ? നീ ഈ ചാണ്ടിനെ മറന്നാലും ഈ ചാണ്ടിക്ക് നിന്നെ മറക്കാനാവില്ലല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞു തീരട്ട് പറയത്. നീ വാങ്ങിച്ച 50,000 പലിശയുടെ പലിശയും ചേർത്ത് രൂപ എത്രയായെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? എന്നാ എനിക്കുണ്ട്. 1,20,252. എനിക്ക് കുറച്ച് അവധി കൂടി തരണം. നാണം കെടുത്തരുത്. എടാ, നിനക്ക് നാണോ മാനോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാണ്ടിയുടെ പലിശ മുടക്കോ. അടുത്ത തിങ്കളാഴ്ച, അതായത് 16-ാം തീയതി ഞാൻ ഇങ്ങോട്ട് വരും. ഞാൻ ഇങ്ങോട്ട് വരും. ഞാൻ വരുമ്പോ പണം മുഴുവനായിട്ടില്ലെങ്കിൽ ദാ നിൽക്കണം നിന്റെ പശുവിനെ മുതൽ നിന്റെ അമ്മച്ചി കിടന്നുറങ്ങുന്ന പ്ലാവിന്റെ കട്ടില് വരെ ചട്ടിയും പാത്രവും എല്ലാം ഞാൻ തൂത്ത് പെറുക്കി കൊണ്ടുപോകും. പറയണത് ആരാന്നറിയാലോ? ചാണ്ടി, പലിശ ചാണ്ടി. അപ്പൊ മറക്കണ്ട, 16-ാം തീയതി. ദൈവമേ, എന്തൊരു പരീക്ഷണായത്. അമ്മണിയായി ഇനിയും എനിക്ക് കുറച്ച് കഴിയുമ്പോ കൈവിട്ടു പോകും. ജീവിതം മുഴുവൻ എല്ലാം മുറിയെ പണിയെടുത്തിട്ടും ഒന്നും കരക്കെത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോ ഒരു വേദന. അമ്മേ, എന്റെ കയറിന്റെ കുറച്ച് തുമ്പ് ഞാനൊന്ന് എടുക്കാട്ടോ. നടുകടലിൽ മുങ്ങി താഴുന്നവൻ ഒരു കച്ചിത്തുരുമ്പ്. ഒരുപക്ഷെ ഈ കുരുക്കിന് എന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാനാകും. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. ദൈവമേ, കുരിശുമായി നീ മുന്നോട്ട് പോയപ്പോൾ നീ അനുഭവിച്ച മാനസികാവസ്ഥയുടെ ഒരംശം പോലും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. ദൈവമേ, ഈ വരീതിന്റെ ജീവിതം ഞാൻ നിന്റെ കുരിശിലേക്ക് സമർപ്പിക്കുക. എനിക്ക് ജീവിക്കണം. എന്റെ അമ്മ, എന്റെ മക്കൾ, അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. എന്താ പറയുതേട്ടാ, കയ്യിലൊരു കുരുക്ക്. കർഷക ആത്മഹത്യ പറയാനും എഴുതാനും കൊള്ളാം. ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അതൊരിക്കലും ഒരു പരിഹാരമല്ല. അതെ, അല്പം മുമ്പ് ഞാനത് തിരിച്ചറിഞ്ഞു. അല്ല, ദൈവം എനിക്ക് തിരിച്ചറിവ് നൽകി. ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കും. നിരാശയല്ല, പ്രത്യാശയാണ് വേണ്ടതെന്ന്
എനിക്ക് മനസ്സിലായി. ഒരു അല്പസമയത്തേക്കെങ്കിലും ഞാനൊന്ന് പതറിപ്പോയി. വലുതേട്ടാ, എല്ലാം എറിഞ്ഞുടയ്ക്കാൻ എളുപ്പാ, പക്ഷേ പുതിയത് ഉണ്ടാക്കിയെടുക്കാനാ ബുദ്ധിമുട്ട്. ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ ഇപ്പൊ വന്നത്. ഒരല്പം നേരത്തെ ബുദ്ധിമോശത്തിന് ജീവൻ ഒടുക്കിയെങ്കിൽ വലുതേട്ടൻ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം അനുഭവിക്കാതെ പോയേനെ. രവി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം. വലുതേട്ടനടക്കം 30 കുടിയേറ്റക്കാർക്ക് അടുത്ത ദിവസം മുഖ്യമന്ത്രി നേരിട്ട് പട്ടയം നൽകുന്നു. എന്റെ ഈശോയെ, നീ എന്റെ പ്രാർത്ഥന കേട്ടുവല്ലേ? ദേ വലുതേട്ടാ, ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ വലുതേന്റെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് സന്തോഷത്തിന്റെ വരിതേട്ടൻ അറിഞ്ഞോ? അപ്പച്ച 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 നമ്മുടെ മിന്നുനെ സിവിൽ സർവീസ് കിട്ടി. വരിതേട്ടാ, മിന്നു ഇപ്പോ പള്ളിമേളയിലേക്ക് ഫോൺ ചെയ്തിരുന്നു. വരിതേട്ടന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു. എന്റെ ഈശോയെ. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ശ്രീ വറീദിന്റെ വീടിന്റെ മുന്നിലാണ്. ഒരു നാടിന്റെ മുഴുവൻ സന്തോഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. കർഷകനായിരുന്ന ശ്രീ വറീദ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തന്റെ 3 മക്കളെയും വളർത്തി വലുതാക്കിയത്. അതെ, രണ്ടാമത്തെ മകളായ മിന്നു വർഗീസിനാണ് ഇന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത്. പഠിച്ച കോഴ്സുകളിലെല്ലാം തന്നെ മിന്നു ഉന്നത മാർക്കോടെയാണ് പാസ്സായിരിക്കുന്നത്. മിന്നുമോളെ പോലൊരു കുട്ടി നമ്മുടെ നാടിന്റെ ഭാഗ്യ. ഈ സന്തോഷത്തിന് ശിവു കുടിക്കില്ല. ആ ശിവു അത് കലക്കി. വറ്റി വരണ്ട് കിടക്കുന്ന ഹൃദയത്തിലേക്ക് ഒരു വേനൽ മഴ പെയ്ത പോലെയുണ്ട്. വറീദേട്ടന്റെ ഹൃദയത്തിലേക്ക് മാത്രമല്ല, ഉണങ്ങി വരണ്ട് കിടക്കുന്ന നമ്മുടെ ഹൈ റേഞ്ചും ഒരു മഴ കൊതിക്കുന്നുണ്ട്. കരിഞ്ഞുണങ്ങി തുടങ്ങുന്ന പുൽനാമ്പുകളും കുന്നും മലയും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ഒരു മഴയാഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മാലിന്യങ്ങളും കഴുകി വെളുപ്പിക്കാൻ ഒരു പുത്തൻ പുൽനാമ്പ് പൊടിയാൻ ഒരു മഴ പെയ്തെങ്കിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. A season of joy, love and celebration brings us together in the spirit of unity and gratitude. To spread the festive cheer, our talented students are here to mesmerize us with a vibrant and delightful Christmas dance. Let's welcome them with a big round of applause. Peace and joy of Christmas. 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 Vindil Tirunnaal, Mandil Perunnal, Mandum Minnum Onnaakiyum Santoshathin Raavu, Manjaninna Raavu, Unni Vanna Raavu, Kannum Kaadum Onnaakiyum Aanandathin Raavu, Immalum Neeranum Nammodu Koode, Ennennum Vaazhan Ennodu Cheru, Mannum Minnum Aamodathin Kaalapaadiyum Onnaa.
and joyful Christmas dance. It truly captured the festive spirit and filled our hearts with cheer. But before we wrap up, it's time to extend gratitude to each and everyone who has contributed to the success of this year's annual day function. We invite our head girl, Christy Helen, and head boy, Austin Shelley, to deliver the vote of thanks. Good evening, everyone. As we draw this magnificent evening to a close, it is our honor and privilege as the head boy, Austin Shelley, and head girl, Christy Helen, of the school, to deliver the vote of thanks on behalf of our institution. This annual day has been a spectacular celebration of talent, dedication, and community, and none of it would have been possible without the unwavering support of so many. First and foremost, we offer our profound gratitude to Almighty God for His boundless blessings and guidance that have enabled us to execute this program flawlessly. Truly, His grace has been our guiding light. We extend our heartfelt gratitude to our esteemed chief guest, His Excellency, Right Reverend Dr. Ambrose Puthenveetil. Your presence today has been an immense honor, and your inspiring words will undoubtedly resonate with all of us as we strive for excellence in all that we do. We are truly blessed by the opportunity to have you share in this special moment, and your words and prayers have left a lasting impression on everyone present. We are equally privileged to have with us Ms. Nina, a distinguished alumna of our school and now a successful influencer. Your journey from our classrooms to the wider world is a testament to the power of hard work and determination. Your return to this stage today inspires us all and reaffirms the values that our school strives to instill in every student. Thank you for accepting our invitation to be with us here today. Our deepest appreciation goes to our manager, Reverend Sister Georgia, whose steadfast support and guidance have been pivotal in shaping the vision of our school. We also extend our sincere gratitude to our principal, Sister Vidya, for her exemplary leadership and tireless efforts in steering our institution to success. We are indebted to the Panchayat President, Mrs. Rosie Joshi, and Ward Member P.L. Francis for their constant encouragement and unwavering support that have always enabled us to aim higher and achieve more. Dear PTA President, Mr. Binosh Thomas, and all other PTA executive members, your tireless efforts in nurturing the young minds entrusted to your care do not go unnoticed. We owe much of our success to your collective dedication. We must also express our sincere appreciation to Mr. Michael Chamasheri for light and sound arrangements, and the LED panel technicians and light and sound crew. Mr. Anthony Dagam for photo and videography, and Mr. Vinu Varakan for stage and decoration. Your creativity and precision have elevated this program to an experience that will be cherished by all present here tonight. A special note of gratitude to the police personnel for their diligent efforts in ensuring a safe and secure environment for everyone, and to KCB for regular supply of electricity. Your service is invaluable and deeply appreciated. Our heartfelt thanks goes to our teachers, whose dedication and commitment to nurturing the potential of each student were evident in every performance today. Your efforts, both on stage and behind the scenes, have made this event a resounding success. We also recognize the invaluable contributions of our support staff. Your tireless efforts ensured that every detail of this program was executed seamlessly. Dear parents and well-wishers, we now extend our deepest gratitude to you. Your presence here tonight and your unwavering support for our endeavors reminds us of the strength of the community that surrounds our school. Finally, and above all, dear students, you are the reason we stand here today.
Your enthusiasm, creativity, and perseverance make this institution come alive. It is a privilege to lead such a vibrant and talented group of individuals. As we conclude this remarkable evening, let's take a moment to reflect on the joy, inspiration, and pride it has brought to all of us. Events like these are not merely about performances or awards. They are about celebrating a shared vision and reinforcing the bonds that unite us as one family. On behalf of my co-host and myself, thank you all once again for gracing us with your presence and support. May we carry the memories and lessons of this day forward as we continue to strive for excellence. Wishing you a Merry Christmas, we sign off. May God continue to shower upon us abundant blessings, especially those who are connected with this reputed institution. Kindly stand up for the school anthem. The bells of Mary Ward ring out far and wide. The chimes make our childhood so happy and bright. They welcome us young scholars to work and to play. They call us to duty, they call us to pray. Oh, bells of Mary Ward, we hear you repeating the song of gladness, of sweet memories. You tell us of striving, of frank and fair dealing. You sing to us of true love and victory. In the school of Mary Ward we spend happy times. We learn the fine arts and true meaning of life. In the shade of Mary Ward we find comfort and light, to fight a good fight and to do what is right. Oh, bells of Mary Ward, we hear you repeating the song of gladness, of sweet memories. You tell us of striving, of frank and fair